വെൽക്കം റഹ്മാനാണ്. ബാക്കംസ്റ്റിക് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം വീഡിയോ സീരീസിൽ ഈ വീഡിയോ ഫേറ്റ് ഓഫ് അസറ്റൈൽ കോയെ കുറിച്ചിട്ട് അസറ്റൈൽ കോയയുടെ മെറ്റബോളിക് ഫേറ്റ് ഓഫ് അസറ്റൈൽ കോയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. സോ നമുക്ക് അസറ്റൈൽ കോയെ എവിടെ നിന്നെല്ലാം ഉണ്ടാകുന്നു, അസറ്റൈൽ കോയെ എവിടെ നിന്നെല്ലാം ഉണ്ടാകുന്നു, എങ്ങനെ ഉണ്ടാകുന്നു, ദെൻ എവിടെയെല്ലാം എങ്ങനെയെല്ലാം വിനിയോഗിക്കപ്പെടുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിനകത്ത് പറയുന്നത്. ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റിൽ നിന്നും ഗ്ലൂക്കോസ്, അല്ലെങ്കിൽ നമ്മൾ ഗ്ലൂക്കോസ് എന്നാണ് പറയുക, ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പ്രോട്ടീൻ, അമിനോ ആസിഡിൽ നിന്നും ഫാറ്റിൽ നിന്നും, ഇത് മൂന്നിൽ നിന്നും അസറ്റൈൽ കോയ ഉണ്ടാകുന്നു. ഉദാഹരണം ഗ്ലൂക്കോസിൽ നിന്നാണെങ്കിൽ നമുക്കറിയാം ഗ്ലൈക്കോളിസിസ് വഴി, ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന സ്റ്റെപ്പ് വഴിയാണ് ഉണ്ടാവുക. ആദ്യം പൈറുവേറ്റ് ആയിരിക്കും ഉണ്ടാവുക, പൈറുവേറ്റിൽ നിന്ന് അസറ്റൈൽ കോയ, ഒരു ഗ്ലൂക്കോസിൽ നിന്ന് 2 പൈറുവേറ്റ്, അപ്പോൾ നമുക്ക് 2 അസറ്റൈൽ കോയെ കിട്ടും എന്ന് നമുക്കറിയാം. ഇതാണ് ഒരു വഴി. ദെൻ ഫാറ്റി ആസിഡ് ആണെങ്കിലോ, ഫാറ്റി ആസിഡിൽ നിന്ന് ഓക്സിഡേഷൻ വഴി, ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ, ഈവൻ ചെയിൻ ഫാറ്റി ആസിഡ് ആണെങ്കിൽ ഓക്സിഡേഷൻ വഴി അതിൽ നിന്ന് അസറ്റൈൽ കോയ ഉണ്ടാകുന്നു. ഇപ്പോൾ പാൽമിറ്റിക് ആസിഡ്, സ്റ്റീറിക് ആസിഡ്, അതിൽ നിന്നൊക്കെ അസറ്റൈൽ കോയ ഉണ്ടാകും. ദെൻ ഇഫ് ഇറ്റ് ഈസ് ഓട്ട് ചെയിൻ ആണെങ്കിൽ അസറ്റൈൽ കോയ അല്ല ഉണ്ടാകുക, പ്രൊപ്പിയോണിക് ആസിഡ് ആണ് ഉണ്ടാവുക, പ്രൊപ്പിയോണൈൽ കോയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് മൂന്നാമത്തത് കീറ്റോജനിക് അമിനോ ആസിഡിൽ നിന്നാണ്. അമിനോ ആസിഡിൽ നിന്നും നമുക്ക് അസറ്റൈൽ കോയ ഉണ്ടാക്കാം. എക്സ്ക്ലൂസീവ്ലി കീറ്റോജനിക് ആണ് ലൂസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്. ദെൻ ഐസോലൂസിൻ ഉണ്ട്, ഐസോലൂസിൻ നിന്ന് കിട്ടും. ദെൻ ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിൽ നിന്ന് കിട്ടും. ഫിനൈൽ അലാനിൽ നിന്ന് കിട്ടും. ദെൻ ടൈറോസിൻ ഈസ് അനദർ വൺ, ടൈറോസിൻ അമിനോ ആസിഡ് ആണ്. ദെൻ ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന അമിനോ ആസിഡിൽ നമുക്കും കിട്ടും. സോ ഇതിൽ നിന്നെല്ലാം നമുക്ക് അസറ്റൈൽ കോയെ നമുക്ക് കിട്ടും. ഇനി നാലാമത്തത് കീറ്റോൺ ബോഡീസ് ആണ്. കീറ്റോൺ ബോഡീസ് ഉണ്ടാകുന്നത് ഇപ്പോൾ സ്റ്റാർവേഷൻ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ അസറ്റോ അസറ്റേറ്റ്, ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടൈറിക് ആസിഡ്, സോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണല്ലോ കീറ്റോ ബോഡി. സോ ഇതിൽ നിന്ന് സ്റ്റാർവേഷൻ സമയത്ത് എനർജി പ്രൊഡക്ഷന് വേണ്ടിയും അസറ്റൈൽ കോയെ ഉണ്ടാകുന്നുണ്ട്. സോ ഇങ്ങനെയെല്ലാമാണ് അസറ്റൈൽ കോയ ഉണ്ടാകുന്ന മാർഗങ്ങൾ. ഇനി എന്തിനെല്ലാം അസറ്റൈൽ കോയെ വിനിയോഗിക്കപ്പെടുന്നു, എന്തിനു ഉപയോഗിക്കുന്നു നോക്കിയാൽ, യൂട്ടിലൈസേഷൻ ഓഫ് അസറ്റൈൽ കോയെ നോക്കി കഴിഞ്ഞാൽ 1 ഈസ് ഇൻ ദ ക്രെബ്സ് സൈക്കിൾ. ക്രെബ്സ് സൈക്കിളിനകത്ത് TCA സൈക്കിൾ അസറ്റൈൽ കോയ എന്താണാവുക, അസറ്റൈൽ കോയ ഈസ് കൺവേർട്ടഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. ഓക്സിഡൈസേഷൻ ആണ് നടക്കുക, ഓക്സിഡൈസ് ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. സോ നമുക്ക് എനർജി കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ മെനി അതർ മെറ്റബോളൈറ്റ്സ്, നമുക്ക് ഇന്റർമീഡിയറ്റ് മെറ്റബോളൈറ്റ്സ് നമുക്ക് ധാരാളം കിട്ടുന്നുണ്ട്. വിവിധ മെറ്റബോളിക് പാത്ത്, വിവിധ സംഭവങ്ങൾ ഈ പാത്വേയിൽ ഉണ്ടാകുന്നുണ്ട്. സോ ഇവയെല്ലാം ഉണ്ടാക്കാനായിട്ട് അസറ്റൈൽ കോയെ നമുക്ക് വേണം. 2 നമുക്ക് ഫാറ്റി ആസിഡ് സിന്തസിസിന് നമുക്ക് ഉപയോഗിക്കാം. ഫാറ്റി ആസിഡ് സിന്തേസ് അല്ല എന്ന് പറയുന്ന ഒരു സിന്തേസ് എന്ന് പറയുന്ന ഒരു 7 എൻസൈം ഉള്ള ഒരു മൾട്ടി എൻസൈം കോംപ്ലക്സ് ആണ്. അത് ഉപയോഗിച്ചിട്ട് ഫാറ്റി ആസിഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് അസറ്റൈൽ കോയെ നമുക്ക് ഉപയോഗിക്കാം. ദെൻ നമ്മൾ പറഞ്ഞ ഈ കീറ്റോൺ ബോഡീസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് അസറ്റൈൽ കോയെ നമുക്ക് ഉപയോഗിക്കാം. അസറ്റോൺ, ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്രിക് ആസിഡ്, അസറ്റോൺ എല്ലാം ഉണ്ടാക്കാനായിട്ട് നമുക്ക് അസറ്റൈൽ കോയെ നമുക്ക് ഉപയോഗിക്കാം. ഇനി കൊളസ്ട്രോൾ സിന്തസിസിന് നമുക്ക് ഉപയോഗിക്കാം. കൊളസ്ട്രോൾ സിന്തസിസിന്റെ ഒരു പ്രിക്കേഴ്സർ ആണ്. പ്രിക്കേഴ്സർ ഈ അസറ്റൈൽ കോയാണ്. സോ കൊളസ്ട്രോൾ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാം. ദെൻ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അസറ്റൈൽ കോളീൻ എന്ന് പറയുന്നത്. അസറ്റൈൽ കോളീൻ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്, നെർവ് എൻഡിംഗിൽ. സോ അതിനകത്ത് കോളീനിനകത്തേക്ക് ഒരു അസറ്റൈൽ കോ എ വെച്ച് പിടിപ്പിക്കുകയാണ്. സോ നെർവ് എൻഡിംഗിൽ വെച്ച് അസറ്റൈൽ കോളീൻ ഉണ്ടാക്കാനായിട്ട് കോളീൻ അസറ്റൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ സഹായത്തോടു കൂടി നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം. ഇനി ശരീരത്തിലെത്തുന്ന പല സീനോബയോട്ടിക്സ് എന്ന് വെച്ചാൽ മരുന്നുകളായിരിക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള സംഭവങ്ങൾ. ഈ മരുന്നുകളെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാത്വേ ആണ് അസറ്റിലേഷൻ എന്ന് പറയുന്നത്, അല്ല സിന്തറ്റിക് സ്റ്റെപ്പ് ആണ്. സോ അതിന് അസറ്റൈൽ കോയെ നമുക്ക് ഉപയോഗിക്കാം. സോ ഡീടോക്സിഫിക്കേഷൻ എന്ന് എഴുതാം. ഡീടോക്സിഫിക്കേഷൻ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മരുന്നുകൾ? ഷിപ്പ് ഡ്രഗ്സ് ആണ്, സൾഫാർ ഡ്രഗ്സ് ഉണ്ട്, ഹൈഡ്രാലൈസിൻ, ദെൻ INH, ദെൻ പ്രൊക്കൈനമൈഡ്, എല്ലാം ഷിപ്പ് ഡ്രഗ്സ് എന്നാണ് നമ്മൾ ഇതിനെ പറയുക. സോ ഇതെല്ലാം അസറ്റിലേറ്റഡ് ചെയ്തിട്ട് മൂത്രത്തിലൂടെ, യൂറിനിലൂടെ എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട്. സോ ദിസ് ഈസ് ഫോർ ഡീടോക്സിഫിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാം. ദെൻ ശരീരത്തിലെ പല അമിനോ ഷുഗർ ഒക്കെ അസറ്റിലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ ഗ്ലൈക്കോപ്രോട്ടീൻ, പലതരം ഗ്ലൈക്കോപ്രോട്ടീൻ സിന്തസിസിന് നമുക്ക് ഉപയോഗിക്കാം. സോ അതിനും അസറ്റൈൽ കോയ വേണം. ദെൻ ഗാംഗ്ലിയോസൈഡ് ഉണ്ടാക്കാനായിട്ട്, അതുണ്ടാക്കാനായിട്ട് N-അസറ്റൈൽ ന്യൂറാമിനിക് ആസിഡ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് അസറ്റൈൽ കോയ വേണം. ദെൻ യൂറിയ ബയോസിന്തസിസിനകത്ത് N-അസറ്റൈൽ ഗ്ലൂട്ടമേറ്റ് ഉണ്ടാക്കാനായിട്ട് അസറ്റൈൽ കോയ വേണം. സോ ചുരുക്കത്തിൽ നമുക്ക് എനർജി പ്രൊഡക്ഷനിലെ സുപ്രധാന സ്റ്റെപ്പുകളിലെല്ലാം, അല്ലെങ്കിൽ ബയോസിന്തറ്റിക് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും ബയോസിന്തറ്റിക് ബയോമോളിക്യൂൾസ് ഉണ്ടാക്കാനും പ്രിക്കേഴ്സർ ആയിട്ട് നമുക്ക് അസറ്റൈൽ കോയെ കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ട്. സോ അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഗ്ലൈക്കോളിസിസ് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ അസറ്റൈൽ കോയ പറഞ്ഞു, പൈറുവേറ്റ് കോംപ്ലക്സ് പറഞ്ഞു. ഇനി നമുക്ക് ക്രെബ്സ് സൈക്കിൾ ആണ് അടുത്ത വീഡിയോയിൽ പറയേണ്ടത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.